അനിയൻ്റെ സ്വപ്നം, അവൻ്റെ കുഞ്ഞനിയൻ്റെ സ്വപ്നം, അവരുടെ ജീവിതമൊക്കെ പച്ച പിടിപ്പിക്കുവാൻ വേണ്ടി 6 മാസം മുമ്പ് വളരെ പ്രതീക്ഷയോടെ കുവൈറ്റിലേക്ക് പോയതാണ് ആ അമ്മ. ആ അമ്മയ്ക്ക് പക്ഷേ പെട്ടെന്ന് മടങ്ങി വരേണ്ടി വന്നത് തൻ്റെ കുഞ്ഞിൻ്റെ, തൻ്റെ മൂത്ത മകൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് എന്ന വലിയ ഗതികേടാണ് നമ്മുടെ ഈ സിസ്റ്റം സമ്മാനിച്ചിരിക്കുന്നത്. ഇത്ര ദൂരം ആ അമ്മ ഒറ്റയ്ക്ക് എങ്ങനെ ഫ്ലൈറ്റ് കയറി വന്നു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. തൻ്റെ മകനൊപ്പം ഉണ്ടായിരുന്ന എല്ലാ മധുരമായ നിമിഷങ്ങളും ഓർത്തെടുത്തുകൊണ്ട് വിതുമ്പി വിതുമ്പി ആ അമ്മ കരഞ്ഞ് തളർന്ന് ഇപ്പോൾ ആ വീട്ടിലേക്ക്, വിളന്തറയിലെ ആ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. താൻ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിപ്പോകുമ്പോൾ, കുവൈറ്റിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ ഉണ്ടായിരുന്ന അന്തരീക്ഷമല്ല ആ വീട്ടിലിപ്പോൾ. ഈ നിമിഷങ്ങൾ നമുക്ക് കണ്ട് ഇരിക്കാൻ വളരെ പ്രയാസകരമാണ്. വലിയ ജനത്തിരക്കിനിടയിൽ തൻ്റെ മകൻ്റെ ചേതനയറ്റ ശരീരം, അതിന് സമീപത്തേക്ക് ആ അമ്മ എത്തിയിരിക്കുകയാണ്. അതിവൈകാരികമായ രംഗങ്ങൾ, അതിവൈകാരികമായ നിമിഷങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയില്ല വാക്കുകൾ കൊണ്ട്. ഈ നിമിഷത്തെ എന്ത് പറഞ്ഞ് ആ അമ്മയെ ആശ്വസിപ്പിക്കണമെന്ന് അവിടെ കൂടിയിരിക്കുന്ന ഒരു മനുഷ്യർക്കും ഒരു നിശ്ചയവും ഉണ്ടാകില്ല. വിശ്വസിച്ചേൽപ്പിച്ചു പോയതാണ് മുത്തശ്ശിയെയും ഈ നാടിനെയും സിസ്റ്റത്തെയും ഒക്കെ ആ അമ്മ, ആ കുഞ്ഞ് 2 മക്കളെയും. പക്ഷേ താൻ നൊന്തു പ്രസവിച്ച ആ മൂത്ത മകൻ ഇപ്പോൾ ഇല്ല എന്ന യാഥാർത്ഥ്യം ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഈ സാഹചര്യം, ഈ നിമിഷത്തെ തരണം ചെയ്തേ മതിയാവുകയുള്ളൂ. പക്ഷേ അത് അത്രത്തോളം വിഷമകരമാണ്. അത് നമുക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ നിമിഷത്തെ ഒന്നും നമുക്ക് ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും അവിടുത്തെ സാഹചര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ശരണ്യ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരണ്യ, സംസാരിക്കാൻ ഒട്ടും കഴിയാത്തൊരു സാഹചര്യമാണെന്നറിയാം. പക്ഷെ അമ്മ എത്തിയിരിക്കുകയാണ്. ശരണ്യക്ക് പറയാം. അതെ, എന്ത് പറയാം, നമുക്ക് പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര പറഞ്ഞാലും എത്ര നമ്മൾ വിവരിച്ചാലും ആ അമ്മയുടെ ദുഃഖം നമുക്കൊരു വാക്കുകളും കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നതാണ് സത്യം. കാരണം നമ്മൾ എത്ര വിവരിച്ചാലും ആ അമ്മ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അത്ര ഭീകരമായൊരു സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് ഞാൻ 3 ദിവസമായി കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ഒന്ന് മാനസികമായി ബാക്കിയുള്ളവരെ എല്ലാവരെയും ഈ യാഥാർത്ഥ്യത്തോട് അവർ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ യാഥാർത്ഥ്യത്തോട് ഒട്ടും പൊരുത്തപ്പെടാത്ത, ഒറ്റയ്ക്ക് ഈ വിങ്ങലുകൾ മുഴുവൻ നെഞ്ചിലൊതുക്കിയ ഒരാളാണ് അവരുടെ വേദന അത് നമ്മളുടെ ഒന്നും ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും വിശദീകരിക്കുന്ന വാക്കുകളും ഒക്കെ ആ അമ്മയുടെ ദുഃഖത്തിന് മേലൊന്നുമല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അമ്മയും അച്ഛനും അവര് ഒരുപാട് ബുദ്ധിമുട്ടി വളർത്തിയ കുട്ടികളാണ്. അവിടെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം എങ്ങനെയാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, ഒരു അമ്മയുടെ മടക്കം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോ സംസ്കാര ചടങ്ങുകൾ സമയം ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. 5 മണിക്ക് സംസ്കാരം നടത്തുമെന്നുള്ളതാണ്. അത് സുജയ എത്തുന്നതിന് മുമ്പ് തന്നെ വീടിന്റെ പിറകിലൊക്കെ അത്തരം ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. ആ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി ഒരുപാട് വൈകിയ ശേഷമാണ് മിഥുനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ അമ്മയും എത്തിയിരിക്കുന്നത്. പൂർണ്ണമായ കുടുംബം പൂർണ്ണ ദുഃഖത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ കുടുംബം, അവരെ രക്ഷകർത്താക്കളും മകനും ഇളയ കുഞ്ഞും അമ്മുമ്മയും ഒക്കെ അടങ്ങുന്ന ആ കുടുംബം എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇത്തരം ഒരു അവസ്ഥ ഒരു രക്ഷകർത്താവിനും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. പല പ്രതിഷേധങ്ങളും ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്നത്തെ ദിവസം അത്തരമൊരു പ്രതിഷേധങ്ങളിലേക്ക് ആരും പോയില്ല. കാരണം
അവന് നാട് വിട നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും പ്രതിഷേധങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ആ ദുഃഖത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയം, ഈ അനാസ്ഥ, അതൊരു വലിയ ശക്തമായ പ്രതിഷേധമായി ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഒരുപാട് വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ബിസിനസിനെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊക്കെ ഈ പറഞ്ഞ PWD വകുപ്പിനും എഞ്ചിനീയേഴ്സിനും ഒപ്പം KCBക്കും ഒക്കെ ഇതിനകത്ത് കൃത്യമായ റോൾ ഉണ്ട് എന്നുള്ളതാണ്. ആ റോളുകളിലുള്ളവരെല്ലാം അതിനകത്ത് നിരുത്തരവാദിത്തപരമായ സമീപനം സ്വീകരിച്ചവർക്കെല്ലാം അത് ഗുരുതര അനാസ്ഥയിലേക്ക്, ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്ന അനാസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച എല്ലാവരും ആ ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടവർ തന്നെയാണ്. അത് പറയാൻ ബാധ്യസ്ഥരായവർ തന്നെയാണ്. അത് വരും ദിവസങ്ങളിലും അത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. ഇത്തരം ചോദ്യങ്ങൾ എന്തായാലും ആ ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കാതെ, ഉത്തരം കിട്ടാത്തിടത്തോളം ആ ചോദ്യങ്ങളായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാട് എല്ലാവരും കൈക്കൊള്ളുമെന്ന് തന്നെ കരുതാം. എന്തായാലും ഇപ്പോ ആ യാഥാർത്ഥ്യത്തിലേക്ക് ഇത്രയും ദിവസം ഉള്ളിൽ ഒതുക്കി വെച്ച ആ വിങ്ങലുകൾ അത് പുറത്തേക്ക് വന്ന് ആ യാഥാർത്ഥ്യത്തിലേക്ക് ആ അമ്മ എത്തിയിരിക്കുന്നു. ആ അമ്മ ആ സ്വന്തം കുഞ്ഞിനെ ആദ്യമായി ഏറ്റുവാങ്ങിയ, മാതൃത്വം ആദ്യമായി അറിഞ്ഞ ആ കുഞ്ഞിനെയാണ് ഇങ്ങനെ വേദനയേറ്റ നിലയിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരമ്മ. ആ അമ്മയുടെ അവസ്ഥ ഒരു വാക്കുകളും കൊണ്ട് നമുക്ക് വിവരിക്കാനാവില്ല. അത്രമേൽ സങ്കടകരമാണ്. ഒരു അനുശോചനങ്ങൾക്കോ അല്ലെങ്കിൽ നൽകാവുന്ന നഷ്ടപരിഹാരങ്ങൾക്കോ ഒന്നും അതിന് ബാക്കിയായി, അതിന് ഉത്തരമായോ അല്ലെങ്കിൽ അതിന് പകരം വെക്കാനോ കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത്രമേൽ നമ്മൾ എല്ലാവർക്കും മാറി നിന്ന് അവരുടെ ദുഃഖം നോക്കിക്കാണുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും നൽകാനാവാത്ത നിസ്സഹായരായ ആളുകളായി നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. അത് അവരുടെ ദുഃഖമാണ്. ആ ദുഃഖത്തിൽ അത്രമേൽ ആഴത്തിലുള്ള മുറിവ് ആ ദുഃഖം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ശരണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നെരിപ്പോട് പോലെ ഒരു ജീവിതകാലം മുഴുവൻ ആ കുടുംബം, ആ അമ്മയും ആ കുടുംബവും ഈ ദുഃഖമോർത്ത് ഇങ്ങനെ നീറി ജീവിക്കേണ്ട ഗതികേടിലേക്കാണ് അവരെ തള്ളിവിട്ടിരിക്കുന്നത്. ഒരു നാടൊന്നാകെ അവിടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. ആ അമ്മയ്ക്കും ആ കുടുംബത്തിനും പിന്തുണ ഉണ്ട്, ഞങ്ങളൊപ്പമുണ്ട്, ഞങ്ങളൊക്കെ ഇല്ലേ ആശ്വസിപ്പിക്കാൻ എന്ന് അറിയിക്കുവാൻ വേണ്ടി, സൂചന നൽകുവാൻ വേണ്ടിയാണ് ആ ആളുകളെല്ലാം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്ന് ഈ ദിവസം അവിടേക്ക് ഒഴുകി എത്തിയിട്ടുള്ളത്. പക്ഷേ ആ പിന്തുണകൾക്കൊന്നും മായ്ക്കാൻ കഴിയുന്നത്, അവരുടെ ഒന്നും ആശ്വാസവാക്കുകൾക്ക് സമാശ്വസിപ്പിക്കാൻ കഴിയുന്നതോ അല്ല ആ അമ്മയുടെയും ആ കുടുംബത്തിൻ്റെയും വേദന. നമുക്ക് ഒന്നുകൊണ്ടും പകരം വെക്കാൻ കഴിയാത്ത ഒരു നഷ്ടമാണ് ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത്.